തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ തീരദേശമായ കേരളത്തിലെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലാണ് ഞാനിപ്പോഴുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ട്രാവലിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്രെയിം നമ്മുടെ ആലമ്പാടി റിവറാണ്. അപ്പോൾ ഈ പുഴകളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സൈഡ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ വെള്ളം ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അത് അലങ്കോലപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആലമ്പാടിയിലെ മനോഹരമായിട്ടുള്ള ഒരു മോസ്ക് നമുക്ക് കാണാൻ കഴിയും. താജ്മഹൽ ഷേപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലമ്പാടിയിലാണ്. ഞാൻ നിങ്ങളെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടതിനുണ്ട്. ഞാൻ വേറെ പോകുന്നുണ്ട്, ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിനോണ്ട് ഞാൻ നിർത്തിയത്. പിന്നെ ഇതല്ല, ഇതിന് മുമ്പ് ഞാൻ ഒരു ഗൂഡ്സ് കൃഷിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാലും ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. 26 വർഷം ഗൾഫിലുണ്ടായതാണ്. എന്നിട്ട് നാട്ടിൽ വന്നിട്ടായിട്ട് ഞങ്ങൾ തന്നെ ബിൽഡിങ്ങിൽ നായമാറുമൂലയിൽ കരിമ്പി ജ്യൂസ് ഉണ്ടായിരുന്നു. 14 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗൂഡ്സ് കൃഷി ബീച്ച് റോഡ് വെച്ചുണ്ടായിരുന്നു നമ്മളെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ. അത് ഞാൻ കൊറോണ ആകുമ്പോൾ അത് പഴയത് അതുകൊണ്ട് വിറ്റു. അത് വിറ്റിട്ട് ഇപ്പോൾ ഈ സുമോ എടുത്തത്. ഈ സുമോ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വർഷം ഞാൻ നോക്കി ഗാർഡിന്ന് കിട്ടുന്നതായിട്ട്. കിട്ടൽ കുറവ് സുമോ കിട്ടൽ കുറവ് കിട്ടുന്നത് തെക്കോട്ടെല്ലാം കിട്ടുന്നത് പാലക്കാട് അങ്ങോട്ടെല്ലാം ആ സൈഡിലെല്ലാം കിട്ടും. പിന്നെ ഇതും തന്നെ ഇതിപ്പോൾ ഇൻഷാല്ല നമ്മളെ പ്രവാസികൾ ആരെങ്കിലും ക്യാൻസലാക്കിയിട്ട് വന്നിട്ട് നാട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പണിയില്ല ഇരുമുണ്ടാലേക്കണ്ട. ഏത് നമുക്ക് പണിയില്ല. ഇപ്പോൾ ചെറുപ്പക്കാരല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് 54 ആയി ഏജ്. അപ്പം ഞാൻ കഷ്ടമുണ്ട്, അധ്വാനിച്ചെങ്കിൽ ഇൻഷാല്ല നമുക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൂലി കിട്ടും. മറ്റവനടുത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് എന്തും കിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഏർപ്പാട് തുടങ്ങിയത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഇങ്ങനെ ഈ സെറ്റപ്പ് ആക്കണമെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എത്ര ചിലവ് വന്നിട്ടുണ്ട്? എനിക്കിപ്പോൾ പിന്നെ ചിലവില്ലെങ്കിൽ ഒരു 80,000 രൂപ വണ്ടിക്കായി. അത് എല്ലാവർക്കും കിട്ടില്ല ഇങ്ങനത്തെ വണ്ടി. 80,000 രൂപക്ക് നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ ഇതെങ്ങനെ ഇതിന് 65,000 രൂപ ഉണ്ട്. ഈ മെഷീൻ 65,000 രൂപ ഉണ്ട്. ഇത് ഹോണ്ടാൻ്റെ മോട്ടറാണ്. അത് പഴയത്. മുമ്പ് ഞാൻ ഹോണ്ടാൻ്റെ മോട്ടർ ഞാനിപ്പോൾ മുമ്പ് കുറേ 5-9 വർഷമായി അത് ഗൂഡ്സ് കൃഷിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം പുതിയ വാങ്ങി. ഇത് മുമ്പത്തത് വിറ്റിട്ട് പുതിയ വാങ്ങി. ഈ പ്ലാറ്റ്ഫോം അങ്ങനെ പ്ലാറ്റ്ഫോം സ്റ്റീലിൻ്റെ കവറാക്കി ഈ ക്ലാമ്പെല്ലാം ആക്കിയിട്ട് ഇതിലേക്ക് തിരിച്ചതാണ്. ഇതിപ്പോൾ ഇത് എടുക്കാൻ കഴിയില്ല. എടുക്കണമെങ്കിൽ അടുത്ത മഴയായിട്ടാകുമ്പോൾ ഇതിനടുത്ത് താഴെ വെക്കും, സീറ്റ് വെക്കും, ഫാമിലിയായിട്ട് പോകും. ഫാമിലിയായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ മാസ്റ്റർ ട്രെയിനല്ല നിങ്ങൾ തന്നെ എല്ലാം എൻ്റെ ഐഡിയയിലാണ്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാനത് മറിച്ച് നോക്കൂല. ഇത് പറഞ്ഞു കൊടുക്കും ഡീറ്റെയിൽസ് അല്ല എങ്ങനെ ഉണ്ടാക്കണ്ടേ, എവിടെ നിന്ന് ഉണ്ടാക്കണ്ടേ. മറ്റവർക്കും ഉപകാരപ്പെടുന്ന പണിയില്ലാതെ മുണ്ടാതെ വീട്ടിൽ കുത്തിരിക്കാൻ പാടില്ല. നമ്മളെ മക്കൾക്ക് ഞാൻ അധ്വാനിച്ചിട്ട് കൊണ്ടുകൊടുക്കണം ഭക്ഷണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ രാവിലെ 9 മണിക്ക് വരും, 5 മണിയാകുമ്പോൾ പോകും. കാരണം കുറച്ച് ഷുഗർ കുറേ സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആരോഗ്യമുണ്ട്. ഞങ്ങൾക്ക് 54 ആയി. അഹമ്മദ് ഇല്ല, പേര് അഹമ്മദ് എന്നല്ലേ. പിന്നെ എൻ്റെ ഗോൾഡൻ ബേക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീട്. ഗോൾഡൻ ബേക്കിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ചിക്കൻ എല്ലാം ഷോപ്പല്ലേ മാമ മച്ചി ബിൽഡിങ്, അതിൻ്റെ ബേക്കിലാണ് എൻ്റെ പേര്. നമ്മളെ ഇന്ത്യക്കാരുടെ മാതിരി ആപ്പൻ്റെ എഞ്ചിനല്ല. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇവിടെ മല്ലൊന്ന് തിരിച്ചു വിട്ടാൽ വളരെ ഈസി ആയിട്ടുള്ള ഇത് ഓഫ് ആക്കണമെങ്കിൽ വീട്ടിൽ ഓഫ് ആക്കിയാൽ മതി. മിഷൻ ഓഫായി വന്നിട്ടുണ്ട്. താങ്ക് യു. കുറച്ചുകൂടി വീട്ടിൽ ഇപ്പോൾ കരിമ്പ് ഭയങ്കര കുറവാണ്. കർണാടകയിൽ നിന്ന് വരുന്നല്ലേ കരിമ്പ്. അടിപൊളിയായിട്ടുള്ള നല്ല കണക്കിന്റെ നല്ല മധുരം. അതല്ലെങ്കിൽ ഷുഗർ ഇന്നലെ വന്ന കരിമ്പാണ് അതിനെ കുറച്ച് കുറവാണ്. ഇതിനേക്കാളും മധുരം നല്ല സൂപ്പറാണ്. മംഗലാർത്തുനിന്ന് വരുന്നത് ഇത് അല്ല? മംഗലാർത്തുനിന്നാ? അല്ലല്ല, പിന്നെ ആസന. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിൻ്റെ സമയത്തല്ല ഇത് കുടിച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ നമുക്ക് മറ്റ് രോഗത്തിനുള്ള ഒരു പ്രതിരോധ ശേഷിക്കെല്ലാം നല്ലതാണ്. കാരണം ഈ മഞ്ഞപ്പിത്തം ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടല്ല നമുക്കത് ജസ്റ്റ് നമുക്കത് കുടിച്ചോ.
കൊണ്ട് ഞാനൊന്ന് കുടിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ദുആ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പം ഞാനുള്ളത്. അത് പറയാനുള്ള കാരണം കൂടിയുണ്ട്. ഇപ്പം നമുക്കിതാ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിപ്പം മുകളിലത്തെ റോഡിൻ്റെ പണി ഇപ്പോൾ ഇതുവരെ ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, രണ്ട് ബോർഡെല്ലാം ഇട്ടിട്ട് കണ്ടില്ലേ, പേഴ്സൺ ഓൺലി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം ഇപ്പോൾ വർക്കിംഗ് നടന്നുകൊണ്ടേ ഉണ്ട്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞെങ്കിലുണ്ടല്ലോ നമുക്ക് നേരെ ഈ മംഗലാപുരം ഭാഗത്തൊക്കെ ഒന്ന് താഴെയുള്ള ഭാഗം ടച്ച് ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് നമുക്ക് പോകാൻ കഴിയും. കണ്ടില്ല, ഇതാ ഞാനിപ്പോൾ എത്ര ഹൈറ്റിലാണ് ഉള്ളത്. വാഹനം പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പാറിക്കളിക്കുന്ന ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള താലങ്ങാടിലെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണെങ്കിൽ ഒരുപാട് വർക്കിംഗ് പ്രോഗ്രസ്സസ് പ്രോപ്പറായിട്ട് നടക്കുന്ന കാഴ്ചകളാണ് എനിക്ക് കാണുന്നത്. കൂടാണ്ട് കാർ പാർക്കിങ്ങിനായിട്ടുള്ള ഒരു ഏരിയ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അകത്ത് എന്തൊക്കെ പണികളാണ് നടക്കുന്ന കാര്യം കൂടി നമുക്കൊന്ന് പോയി കാണാം. സോ ഗൈസ്, ഡോണ്ട് ബി ലേറ്റ്, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. I'll show you railway station inside's views. I came here, it has been almost 1.5 years ago, 2024 May 16 on Sunday. Both the ticket counter available here, this one, that's one. So let's go inside. The reason I came here 2024 date of 16 May, I went to Ahmedabad. ഈ സ്റ്റെപ്പും കൂടി ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇവിടെ ലിഫ്റ്റ് ഫെസിലിറ്റി ഇന്ന് ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. അത് വല്ലാത്തൊരു ഉപകാരമാണ്. കാരണം ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് ജനങ്ങൾക്ക് വല്ലാത്തൊരു ഉപകാരമാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു വന്ദേ ഭാരത് ട്രെയിൻ 2:30 ട്രിവാൻഡ്രം ഭാഗത്തോട്ടേക്കാണ് പോകുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് നമുക്കിവിടെ ഫാന് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാൻ കഴിയുന്നുണ്ട്. കൂടാണ്ട് ഇതാ ഈ ഒരു മതിലിലോട്ട് നമ്മുടെ ഗാന്ധിൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു 1-2 വർഷത്തെ ഡെവലപ്മെൻറ്റാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇൻ കേസ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ കാസർഗോഡ് റിയലി അപ്രീഷിയേറ്റ് കാസർഗോഡ്. നമ്മുടെ റെയിൽവേ ഇൻസൈഡ് AC റെസ്റ്റിംഗ് റൂമിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷൻ നേരെ പുറത്തിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കാസർഗോഡ് നഗരസഭ വൈക്കര ഹാജി എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ അതും കൂടി എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളൊന്ന് കാട്ടിത്തരാമല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 2 മണി. ഇപ്പോൾ ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരാൾ നല്ലൊരു ഉച്ച മയക്കത്തിലാണ്. നിങ്ങൾ ഈ കാണുന്ന സാധനത്തിന് ഞാൻ ജസ്റ്റ് എന്ന് വിരലുകൊണ്ടൊന്ന് ഞാൻ ഒന്ന് തട്ടിയതുള്ളൂ. വല്ലാത്ത കറക്കായിരുന്നു, ഒടുക്കത്തെ കറക്കം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മണ്ടയിലിട്ട് വരുന്ന ഒന്ന് കറങ്ങണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഒരു ഈവനിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ജസ്റ്റ് നമുക്കതൊന്ന് ട്രൈ ചെയ്യായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും ഒരുപാട് എക്സസൈസ് എക്യുപ്മെൻറ്റും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഞാൻ നോക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രൻസ്. അകത്തോട്ട് കയറാനുള്ള വഴിയൊക്കെ പൂട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇനിയിപ്പം ഞാൻ നേരെ മുമ്പോട്ട് മാലിക് ദിനാർ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ മാലിക് ദിനാർ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നേരെ ഞാൻ ഇതുവഴിയിലൂടെയാണ് ഞാൻ മാലിക് ദിനാറിൻ്റെ ഭാഗത്തോട്ട് ഇപ്പോൾ പോകുന്നത്, ദർഗിൻ്റെ ഭാഗത്ത്. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് തളങ്കരയിലെ സ്കൂള്. അപ്പം നമ്മൾ പഴയൊരു വീഡിയോയിൽ കണ്ട നമ്മളെ எங்க வா எப்படி நல்லா இருக்கீங்களா? நல்லா இருக்கேன். கஞ்சி வீடியோல பார்த்துட்டு இருக்கீங்களே இந்த அண்ணா நல்லா சுகம் சுகம் இல்லை பயங்கர வெயில் ஓவர்
വലിയ ഫോൺ இருக்கா? ഇല്ല ഇല്ല സാധാ ഫോൺ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് പണിട്ടെ. അവിടെയാ ഒന്ന് കഴിച്ചോക്കാം. അപ്പോൾ നമ്മുടെ മാലിക് ബിൻ ദിനാറിൻ്റെ പള്ളീൻ്റെ ഉൾവശത്തോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ പോകുന്ന വയലിന് ഒരു പെർഫ്യൂമിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ UP സ്വദേശിയാണ്. ഗോരഖ്പൂർ എന്ന് പറഞ്ഞെങ്കിൽ സോനാലിക്ക് കുറച്ച് മുമ്പുള്ള ഒരു സ്ഥലമാണ്. പിന്നീടാണ് നമ്മുടെ ഇന്ത്യൻ്റെ അയൽരാജ്യമായിട്ടുള്ള നേപ്പാൾ. അപ്പോൾ ഇയാളെ കുറേ സാധനങ്ങളെല്ലാം കളവ് പോയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇയാൾ വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ എന്ന് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ തീരദേശമായ കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗമായ തളങ്കരയുടെ തൊട്ട് ചേർന്നുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മാലിക് ബിൻ ദിനാർ ഫേമസ് ആയിട്ടുള്ള ആ പള്ളിയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ടാണ് ഞാനിപ്പോഴുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് സ്റ്റേറ്റിലത്തെ ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ദിവസം തോറും ഒരുപാട് ക്രൗഡുകൾ ചില സമയങ്ങളിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരെ മുമ്പോട്ട് കാണുന്ന ആ ദർഗയാണ് നമ്മുടെ മാലിക് ഇബ്നു ദിനാർ. നമ്മുടെ മാലിക് ഇബ്നു ദിനാർ ഈ ദർഗ ഒന്ന് മോഡിഫൈ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഷേപ്പിലല്ലായിരുന്നു നമ്മൾ ഈ ഒരു ദർഗ കണ്ടിരുന്നത്. പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തോട്ടുള്ള ആ കാഴ്ചയിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം.